യാ സജീവ്, താങ്ക് യു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ഒന്നിച്ച് ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒറ്റ വാക്യം നിങ്ങളോട് എടുത്ത് സംസാരിക്കുകയായിരുന്നു. ദ റാത്ത് ഓഫ് ഗോഡ്, ദൈവ കോപത്തെക്കുറിച്ചാണ്. റോമാലേഖനം 1:18 മുതലുള്ള വാക്യം, 18-ാം വാക്യം മാത്രം, അതിൽ നിന്ന് മാത്രം സംസാരിച്ചത്. ഇന്ന് അതിനോട് തന്നെ ചേർന്നിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്ത് പഠിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം ആ, 1-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കേട്ട വാക്കുകൾ തന്നെ വീണ്ടും അതിൻ്റെതായ ഒരു അടുത്ത ലെവലിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ദൈവത്തിന്റെ കോപത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. എന്നാൽ ഈ കോപത്തിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. വൈ ദ റീസൺ ഓഫ് ഗോഡ്സ് റാത്ത്. അത് റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 19 എന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ അത് വ്യക്തമായി മനസ്സിലാകും. 18ഉം 19 എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ കൂടി ക്യാൻ കൺസിഡർ ആസ് എ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പ്രീവിയസ് ക്ലാസ്. കഴിഞ്ഞ ആഴ്ചത്തെ ദൈവവചന പഠനത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന നിലയിലാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോകുന്നത്. സോ ദ റീസൺ ഓഫ് ഗോഡ്സ് റാത്ത്, റീസൺ ഓഫ് ദി റാത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കോപത്തിന്റെ കാരണം. അതിലൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്നാമത്തെ ഒരു റീസൺ, ഇറ്റ് ഈസ് റിഗാർഡിംഗ് ദി മാൻസ് റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന് മേൽ വെളിപ്പെട്ട വെളിപ്പാട് തന്നെയാണ് അതിന് ഉള്ള ഒരു കാരണം. അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, ദൈവത്തിന്റെ വെളിപ്പാട് മനുഷ്യർക്ക് ലഭ്യമായിരുന്നു, എന്നാൽ മനുഷ്യർ അതിനെ തിരസ്കരിച്ചു, മനുഷ്യർ അതിനെ ഗൗനിച്ചില്ല. അപ്പോൾ മനുഷ്യർക്ക് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ് മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് അറിയണമെന്നുള്ളത്. അപ്പോൾ ദൈവത്തെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാടുകൾ നമ്മൾ തിരുവചനത്തിലൂടെ പരിശോധിക്കുമ്പോൾ അത് കേവലം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് മാത്രമല്ല, ദൈവം പല മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പല നിലകളിൽ ദൈവത്തെക്കുറിച്ച് മനുഷ്യരോട് വെളിപ്പെടുത്തി. അതാണ് 19ഉം 20ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് മനുഷ്യരോട് വെളിപ്പെടുത്തിയ വെളിപ്പാടിനോട് ക്രിയാത്മകമായി മനുഷ്യർ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ നോക്കിക്കേ, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നല്ലാതെ തന്നെ നമുക്ക് ദൈവിക വെളിപ്പാട് മനുഷ്യർ പ്രാപിച്ചത് ഈ റോമാലേഖനത്തിൽ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, സങ്കീർത്തനം 19-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സോ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന് മനസ്സിലാക്കേണ്ടതായ വെളിപ്പാടിനെ തിരുവചനത്തിന്റെ സഹായം കൂടാതെ, തിരുവചനത്തിന്റെ മർമ്മം കൂടാതെ തന്നെ ജനത്തോട് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വെളിപ്പാട് മനുഷ്യർക്കെല്ലാം ഉണ്ട്. ഈ വെളിപ്പാട് മനുഷ്യർക്കെല്ലാം ഉണ്ട്. മുടിയനായ പുത്രനെ കുറിച്ചുള്ള വേദപുസ്തകത്തിലെ ഉപമയിൽ നമ്മൾ വായിക്കുമ്പോൾ, മുടിയനായ പുത്രന് അപ്പന്റെ സ്വത്തും സമ്പാദ്യമൊക്കെ കൈക്കലാക്കിയിട്ട് അത് ചിലവഴിച്ചിട്ട് ധൂർത്തടിച്ചിട്ട് അവസാനം ജീവിതത്തിൻ്റെതായ ലക്ഷ്യം മറന്ന് ജീവിച്ചതായ ഒരു സമയത്ത് തനിക്ക് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സുബോധം വന്നപ്പോൾ, അവിടെ വായിക്കുന്നത് ഇങ്ങനെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, സുബോധം വന്നപ്പോൾ അവൻ തിരിച്ച് അപ്പന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പനോട് പറയുന്ന ഒരു വാക്കുണ്ട്: ഞാൻ നിന്നോടും ദൈവത്തോടും എന്ത് ചെയ്തു? പാപം ചെയ്തു. അപ്പോൾ ഒരുവനിൽ സുബോധം വന്നപ്പോൾ അവനിൽ മറ്റ് യാതൊരു ബാഹ്യമായ പരിവർത്തനങ്ങളൊന്നും സ്വാധീനങ്ങളൊന്നും വരാതെ അവന് എപ്പോഴാണോ സുബോധമുണ്ടായത്, അവൻ അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തന്നിലേക്ക് പകർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള വെളിപ്പാടിന്റെ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യരത് വേണ്ടവണ്ണം മനസ്സിലാക്കുന്നില്ല. ഈ മനുഷ്യർ വേണ്ടവണ്ണം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ സുവിശേഷ ദൗത്യമായി, സുവിശേഷ വേലയായി നമ്മൾ ഈ മനുഷ്യരോട് ദൈവത്തിന്റെ വെളിപ്പാടിനെ യഥാർത്ഥമായി പകർന്നു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബൈ ഡീഫോൾട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ ദൈവത്തെക്കുറിച്ച് മനുഷ്യരോട് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ വെളിപ്പാടിനെ മനുഷ്യർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾക്ക് ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാകും. 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ?
For since the creation of the Mm, world, mm. God's invisible qualities, his Yes, eternal, power. his eternal power and divine nature, have been clearly seen, being understood from what has been made, so that man are without excuse. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിയേ, ഫ്രം ദ ക്രിയേഷൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ തന്നെ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ തന്നെ ദൈവത്തിന്റെ ഇൻവിസിബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ്, മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നത് അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ദി ഇൻവിസിബിൾ ആട്രിബ്യൂട്ട്സ്, ലോക സൃഷ്ടി മുതൽ എന്ത് ചെയ്യുന്നു, അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി, മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. അതിങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം മനുഷ്യനെ കുറിച്ച് ബാഹ്യമായ നിലയിൽ സൃഷ്ടിപ്പ് മുതൽ തന്നെ എന്ത് ചെയ്യുന്നു, ഈ അദൃശ്യ നിലയിൽ ഇൻവിസിബിൾ ആട്രിബ്യൂട്ട്സ് ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു എക്സ്ക്യൂസ് പറയാൻ കഴിയത്തില്ല, മനുഷ്യർക്ക് പ്രതിവാദം പറയാൻ കഴിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മാനവരാശി, മനുഷ്യർ മുഴുവൻ ദൈവത്തിന്റെ വെളിപ്പാട് കേൾക്കാൻ, മനസ്സിലാക്കാൻ ദൈവം നിയോഗിച്ചിട്ട് ഉള്ളവരാണ്. എന്നാൽ ആ ദൈവിക വെളിപ്പാട് മനുഷ്യർക്ക് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. നമുക്കറിയാം, ലോകത്തോട്ട് തന്നെ ഒന്ന് നോക്കിക്കേ. ഒരു ചെറിയ സീഡ് അല്ലെങ്കിൽ ചെറിയൊരു വിത്തിൽ നിന്ന് ഒരു വലിയ മരം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആ ആ ദൈവിക സൃഷ്ടിയുടെ ആ വ്യാപാരം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു ചെറിയ വിത്തിൽ നിന്ന് വലിയ ഒരു മരം ഉണ്ടാക്കത്തക്ക നിലയിൽ. മാത്രമല്ല, ഈ സെലസ്റ്റിയൽ ബോഡീസ് അല്ലെങ്കിൽ ഈ സെലസ്റ്റിയൽ ബീയിങ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ സൗരോ യൂണിവേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഗാലക്സിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ എത്ര മാർവലസ് ആയിട്ടാണ് ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദ ടൈമിങ്സ്, അതായത് ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം, അത് തമ്മിൽ സ്പിൻ ചെയ്യുന്നതായ വ്യത്യാസങ്ങൾ, അതിൻ്റെ റെവല്യൂഷൻ, അതിൻ്റെ റൊട്ടേഷൻ, ഇതെല്ലാം എൻ്റെ കൃത്യ അളവിലാണ് രേഖപ്പെടുത്തി. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റിനും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് kept in a very significant distance and speed. അതിനകത്തൊരു മൈക്രോ ലെവലിലുള്ള ഒരു വ്യതിയാനം പോലും ഉണ്ടായാൽ ഈ നമ്മുടെ ഭൂമി തന്നെ യൂണിവേഴ്സിലേക്ക് എങ്ങോട്ടെങ്കിലും ചിതറി ഇടിച്ച് നശിച്ചു പോകും. സോ അത്രമാത്രം കൃത്യതയോടെ സൂര്യന് ചുറ്റിനും ഇതിനെ റിവോൾവ് ചെയ്യാൻ. അപ്പോൾ തന്നെ ഇത് ഒരു വലിയ ഒരു കുരുക്ക് പോലെ സാധനം ഇങ്ങനെ ഈ ഗാലക്സി കിടക്കുകയാണ്. ഇത് തമ്മിൽ യാതൊരു ഗ്രഹങ്ങളുമായിട്ട് കൂട്ടിമുട്ടാതെ, യാതൊരു ഗ്രഹങ്ങളും തമ്മിൽ കൊളൈഡ് ചെയ്യാതെ വളരെ കൃത്യമായി തന്നെ ഇതിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് തിരുവചനത്തിൽ വായിച്ചാൽ നമുക്കറിയാം, ഈ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്നതായ ശക്തി അല്ലെങ്കിൽ ആ റേഡിയേഷൻ, അത് ഏകദേശം 500 മില്യൺ ബില്യൺ ഹോഴ്സ് പവറിന് ശക്തിയുള്ളതാണ്. അത് കണക്കൂട്ടാൻ കൂടി പറ്റാത്തതായ ഒരു വലിയ ശക്തിയാണ് ഈ സൂര്യനിൽ നിന്ന് പ്രവഹിക്കുന്നത്. ഇത് മനുഷ്യർക്ക് ആർക്കെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുന്നതാണോ? ഇത് മനുഷ്യർക്ക് ആർക്കെങ്കിലും നിർമ്മിക്കാൻ കഴിയുന്നതാണോ? അത് ദൈവം തൻ്റെ കരത്താൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദ നേച്ചർ ഇറ്റ് സെൽഫ്, അതാണ് പറയുന്നത്. സൃഷ്ടിപ്പ് മുതൽ തന്നെ ഹി ഈസ് റിവീലിംഗ് ഹിംസെൽഫ്, അവനെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നോക്കിക്കേ, നമ്മളൊരു മനുഷ്യ ശരീരം തന്നെ ഒന്ന് നോക്കിയാൽ എത്ര മെക്കാനിക്കലായിട്ട്, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട്, എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ ഈ ശരീരം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അനാറ്റമി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം എത്രമാത്രം വളരെ സ്പെസിഫിക് ആയിട്ടാണ് ദൈവം മനുഷ്യ ശരീരത്തെ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടൊരിക്കൽ, ഇന്നിപ്പം AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ കുറച്ച് നാൾ മുമ്പൊക്കെ, ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യരൊരു കൃത്രിമ ബ്രെയിൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അത് ഞാൻ അതിൻ്റെ ഒരിടത്ത് വായിച്ചതാണ്. കൃത്രിമമായിട്ടൊരു ബ്രെയിൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവരതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു. അതായത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പോണൻസ് എല്ലാം ഫിറ്റ് ചെയ്ത്, ഇലക്ട്രോണിക്സ്, അതിൻ്റെ എല്ലാ സർക്യൂട്ട്സ് ഇതെല്ലാം ഡിസൈൻ ചെയ്ത്, അതിൻ്റെ ആ ഡിസൈൻ, ആ സർക്യൂട്ട് ഡിസൈൻ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഈക്വലായിട്ട് ഒരു മെഷീനും ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതൊന്ന്. രണ്ടാമത്, ഇഫ് വി ഹാവ് ഏബിൾ ടു അച്ചീവ് 50%, ഒരു 50%
മനുഷ്യബുദ്ധി പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ഉണ്ടാക്കാൻ സാധിച്ചാൽ ആ മെഷീന്റെ വലിപ്പം എത്രയാണെന്നറിയാമോ? ഒരു 7 നില കെട്ടിടത്തിന്റെ വലിപ്പം ഉണ്ടാവും ആ ഒരൊറ്റ മെഷീന്റെ വലിപ്പം. കാരണം അതിനകത്ത് വേണ്ടതായ ഇമ്പോർട്ടൻറ്റ് സർക്യൂട്ട്സ്, അതിന്റെ കമ്പോണൻസ് അതെല്ലാം ഫിറ്റ് ചെയ്ത് അതെല്ലാം പ്രവർത്തിച്ച് വളരെ നാനോ ആയിട്ടുള്ള, വളരെ മൈക്രോ ആയിട്ടുള്ള ചെറിയ 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 ഉപകരണങ്ങളെല്ലാം പിടിപ്പിച്ചാൽ തന്നെ അത് പണിത് വരുമ്പോഴത്തേക്ക്, അത് നിർമ്മിച്ചു കഴിയുമ്പോൾ, ദാറ്റ് മെഷീൻ വുഡ് ബി ഹ്യൂജ്, ലൈക്ക് എ 7 സ്റ്റോറി ബിൽഡിംഗ്. ഒരു 7 നില ബിൽഡിങ്ങിനോളം തന്നെ എന്ത് ചെയ്യും? അത് ആ, വലിയ ഒരു 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 മെഷീനായി മാറും. സോ ദ പവർ ഓഫ് ദ പ്ലേസ് ഓഫ് ഗോഡ്സ് റെവലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഹ്യൂമൻ. മനുഷ്യനോടാണ് ദൈവം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അതുമാത്രം മനുഷ്യനോട് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ ശക്തി, അതായത് ഇത്രമാത്രം ഉന്നതമായ ദൈവിക ശക്തിയെക്കുറിച്ചാണ് മനുഷ്യൻ തിരിച്ചറിയാതെ പോയത്. സോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 7 നില കെട്ടിടം പോലെ പണിയാൻ പറ്റുന്ന ആ അത്രയും ഹ്യൂജ് ആയിട്ട് വരുന്ന ആ ബിൽഡിംഗ്, ഈവൻ ഇറ്റ് ക്യാൻ ഹാൻഡിൽ അപ് ടു 50% ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. അപ്പൊ നമ്മുടെ ഈ ചെറിയ തലയ്ക്കകത്ത് വെച്ചിരിക്കുന്ന തലച്ചോറിന്റെ ആ കോമ്പോസിഷൻ, പ്രൈസ് ദി ലോർഡ്, എത്രയോ ശ്രേഷ്ഠമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യർ ദൈവത്തിന്റെ സൃഷ്ടിയെ നോക്കിയാൽ തന്നെ അറിയാം. അവർക്ക് എന്തറിയാം? ദർ ഈസ് എ ഗോഡ്. അവിടെ ഒരു ദൈവമുണ്ടെന്നും ഈ ദൈവമാണ് മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്നും മനുഷ്യർക്ക് അറിയാം. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും അത് ലോക സൃഷ്ടിപ്പ് മുതൽ തന്നെ അവന്റെ പ്രവർത്തികളാൽ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ ഗോഡ് ഈസ് ഏബിൾ ടു സസ്റ്റെയിൻ ദിസ് എർത്ത്. ഈ ഭൂമിയെ എങ്ങനെയാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദൈവം തൻ്റെ വെളിപ്പാട് മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലും എന്ത് ചെയ്യുന്നില്ല? മനുഷ്യൻ ഗ്രഹിക്കാതെ, മനുഷ്യൻ അതിനെ ഉൾക്കൊള്ളാതെ, ഒരു ദൈവത്തെ തിരിച്ചറിയാതെ, ഈ ദൈവികമായ അനുഭവത്തെ മനസ്സിലാക്കാതെ എന്ത് ചെയ്യുന്നു? അതിനെ എതിർക്കും. സോ മാൻസ് റെവലേഷൻ ഇറ്റ്സെൽഫ് വാസ് ഡിനൈഡ്, അല്ലെങ്കിൽ ദൈവം മനുഷ്യർ കൊടുത്ത വെളിപ്പാട് തന്നെ എന്ത് ചെയ്യുന്നു? തിരസ്കരിക്കപ്പെട്ടു. എന്തിനാ അത് കൊടുത്തത്? നമ്മുടെ വാക്യത്തിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്, അവർക്കൊരു പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള റിപ്പൻഡൻസ്, അവർക്കൊരു മാനസാന്തരം അവർക്കിനി കേട്ടില്ലെന്ന് ആർക്കും പറയാൻ പറ്റരുത്. അതുകൊണ്ട് ദൈവം തന്നെക്കുറിച്ച് ലോകത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തന്നെക്കുറിച്ച് ലോകത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് മനുഷ്യർ ഗൗനിച്ചില്ല. ദാറ്റ് വാസ് ദ ഫസ്റ്റ് റീസൺ. അല്ലെങ്കിൽ അതാണ് ദൈവകോപത്തിലേക്ക് വന്ന ഒരു കാരണമെന്ന് നമുക്ക് ഈ വാക്യം നമ്മെ അടിവരയിട്ട് ഓർപ്പിക്കുകയാണ്. സെക്കൻഡ് തിങ്, ഇമ്പോർട്ടൻറ്റ് തിങ് നാം അവിടെ കാണുന്നത്, മാൻസ് റിജക്ഷൻ ഓഫ് ഗോഡ്. അടുത്ത ദൈവകോപം വരാനുള്ള മറ്റൊരു കാര്യം, ഈ ദൈവത്തെ മനുഷ്യർ നിരാകരിച്ചു. മനുഷ്യർ എങ്ങനെ നിരാകരിച്ചത്? അടുത്ത വാക്യം, വി ക്യാൻ ജസ്റ്റ് റീഡ് വേഴ്സ് 21. വായിച്ചാൽ, For although they knew God, they ഒരു ദൈവത്തെ neither, അറിഞ്ഞു. Although they knew God, but they did not. they neither glorified him as God nor gave thanks to him. But their thinking became futile, and their foolish hearts were dark. Praise the Lord. അപ്പം ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ട് there was a clear cut rejection of God. എന്നിട്ട് അവരെന്താ ചോയ്സ് ചെയ്ത്? the reckless choice that they made, they gave no glory to God. ദൈവത്തിന് എന്ത് കൊടുത്തില്ല? ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് നൽകിയില്ല. പ്രിയപ്പെട്ടവരെ, we are blessed, we are much blessed when God is glorified in us. ദൈവത്തെ നമ്മൾ മഹത്വീകരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വെളിപ്പാടിന്റെ മുന്നിൽ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. എന്നാൽ മനുഷ്യരായ ഈ ലോക മനുഷ്യർ എന്ത് ചെയ്തില്ല? ദൈവത്തിന് മഹത്വം നൽകിയില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വം അർപ്പിക്കാനുള്ളതാണ്. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ലെങ്കിൽ ദാറ്റ് ബിക്കംസ് എ ക്ലിയർ നെഗ്ലിജൻസ്
ഓഫ് നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച്, ആ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള തികഞ്ഞ ഒരു 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 അബദ്ധം അല്ലെങ്കിൽ ഒരു ശൂന്യതയാണ് നമ്മളിൽ നിന്ന് വെളിപ്പെടുന്നത്. സോ വി ആർ മച്ച് ബ്ലെസ്ഡ്. നമ്മൾ എപ്പോഴാണോ അനുഗ്രഹിക്കപ്പെടുന്നത് ചോദിച്ചാൽ ദൈവം നമ്മളിൽ മഹത്വപ്പെടുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. വി ആർ നോട്ട് ഏബിൾ ടു ഗ്ലോറിഫൈ ഗോഡ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ മേക്കിംഗ് എ റീസൺ ഫോർ ഗോഡ്സ് റാത്ത്. ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്താൻ കഴിയണം. ദൈവ വെളിപ്പാടിന് മുമ്പിൽ വി ഹാവ് ടു ഗ്ലോറിഫൈ. അവൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവൻ ദൈവത്തെ ഓർത്ത് മഹത്വീകരിച്ചില്ല. അടുത്തത് അവിടെ വായിക്കുന്നത് ദേ ഹാവിങ് നോട്ട് മേഡ് എനി ഗ്രാറ്റിറ്റ്യൂഡ്. അവിടെ ദൈവത്തിന് അവർ നന്ദി കരയറ്റിയില്ല. ഇവിടെ നോക്കിക്കേ, അവർ ദൈവത്തെ എതിർത്തപ്പോൾ, ഡിനൈ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി നൽകിയ വെളിപ്പാടിനെ ഡിനൈ ചെയ്തിട്ട് ദേ യൂസ്ഡ് ഇറ്റ് ഫോർ ദംസെൽഫ്. എന്ന് പറഞ്ഞാൽ സൗരോജ്യം, സൂര്യന്റെ പവർ, ഇത് സൂര്യനെ അൺഎൻഡിങ് ആയിട്ട് ഇങ്ങനെ ഊർജം വന്നുകൊണ്ടിരിക്കുകയാണെന്നും അതുപോലെ തന്നെ ലോകത്തിൽ പലവിധമായ റിസോഴ്സുകൾ അവർക്കുണ്ടെന്നും മനുഷ്യന്റെ ബുദ്ധിയാൽ ഇന്ന് AI പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് മനുഷ്യന് പ്രാപ്തി ഉണ്ടായെന്നും ഏകദേശം 10,000 മില്യൺ സ്പീഷ്യസ് ഈ ലോകത്തിലുണ്ടെന്നും ഇതിനെല്ലാം ഓരോന്നിനെയും ഡിഫറെന്റ് ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്നും നമ്മുടെ കണ്ണും നമ്മുടെ വിരലിന്റെ ഇംപ്രിൻസും ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എന്ന് അറിയാമെന്നിട്ടും ഇന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആളുകളുടെ റെക്കോർഡ്സ്, നമുക്കറിയാം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരുമ്പോൾ നമ്മുടെ കണ്ണാണ് അവർ പരിശോധിക്കുന്നത്. ആ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഇന്ന ആളിനെ ലോകത്തിൽ പിന്നെ അതുപോലുള്ള ഐഡന്റിഫിക്കേഷൻ ഇമേജ് ഉള്ള മറ്റൊരാളില്ല. നമ്മുടെ ഫിംഗർ ഇംപ്രിൻസ് കൊടുക്കുമ്പോൾ ഇതുപോലെ ഫിംഗർ ഇംപ്രിൻസ് ഉള്ള മറ്റൊരാളില്ല. സോ പീപ്പിൾ യൂസസ് ദി ടെക്നോളജി ദാറ്റ് ഗോഡ് ഹാസ് റിവീൽഡ് ടു ദം. അവർക്കറിയാം മനുഷ്യന്റെ കണ്ണ് പോലെ ഒരു കണ്ണ് വേറൊരാക്കില്ല. മനുഷ്യന്റെ കയ്യിലെ വിരലിലെ പതിഞ്ഞിരിക്കുന്ന ഇംപ്രിൻസ് പോലെ മറ്റൊരാൾക്ക് ഇല്ല എന്ന് ഇന്നത്തെ മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദോ ദേ ആർ യൂസിങ് ദി ഗോഡ്സ് റെവലേഷൻ ഫോർ ദെയർ സെൽഫ് ഇൻട്രസ്റ്റ്, ദോ ദേ ഡിനൈ ദ റിയാലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഗോഡ്സ് ഡിസൈൻ. ദൈവത്തിന്റെ വലിയൊരു ഡിസൈൻ ആണ് ഇതെന്നും ഈ കണ്ണ് ഓരോരുത്തർക്കും യുണീക്കായിട്ട് കൊടുത്തിട്ടുള്ളത് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയാണെന്നും മനസ്സിലാക്കാതെ ദേ യൂസ് ഗോഡ്സ് ടെക്നോളജി. അവർ ദൈവത്തിന്റെ ടെക്നോളജി ഉപയോഗിക്കുന്നു, ദൈവം കൊടുത്ത റിസോഴ്സസ് ഉപയോഗിക്കുന്നു, ദൈവം കൊടുത്ത സോളാർ സിസ്റ്റത്തിൽ നിന്ന്, സോളാർ എനർജിയിൽ നിന്ന് അവർ എനർജി ഉണ്ടാക്കുന്നു. സകലതും ടെക്നോളജി അവർ ഉപയോഗിക്കുന്നെങ്കിലും ദേ ഡിനൈ the revelation behind that creation. അതിന്റെ പിന്നിലുള്ള ആ ദൈവികമായ അനുഭവത്തെ ലോകം വെറുക്കും. സോ അതാണ് അവിടെ പറയുന്നത്, they did not give the thanks. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് ഈ സംവിധാനം ഉപയോഗിക്കാനുള്ള ബുദ്ധി തന്നത് ദൈവമാണ്. ഞങ്ങൾക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ പണിയാനുള്ള കഴിവും പ്രാപ്തിയും തന്നത് ദൈവമാണ്. ഞങ്ങൾക്ക് ഈ കണ്ണുകൾ കൊണ്ട് ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള സംവിധാനം ദൈവമാണ് ഒരുക്കിയത് എന്ന് തിരിച്ചറിയാതെ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. പകരം ദേ യൂസ്ഡ് ദിസ് ഫോർ ദെയർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ്. നമുക്കറിയാം അനേക സയന്റിസ്റ്റുകൾ, നിരീശ്വരവാദിയായ ആളുകളുണ്ട്. ബട്ട് അവർക്കറിയുന്നില്ല ദൈവം കൊടുത്ത പ്രൊഡക്റ്റാണ് അവർ പരിശോധിക്കുന്നത്, അവർ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ദൈവം കൊടുത്ത ജ്ഞാനമാണ് അവർ വിനിയോഗിക്കുന്നതെന്ന് അവരറിയുന്നില്ല. അനേക സയൻസ് ലോകം പലപ്പോഴും ദൈവത്തിന്റെ അസ്തിത്വത്തെ എതിർക്കുന്നവരാണ്. ദൈവത്തിന്റെ റിയാലിറ്റിയെ ഇഗ്നോർ ചെയ്യുന്ന സയന്റിഫിക് വേൾഡാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മാൻ ഹാഡ് മേഡ് എ റിക്ലെസ് ചോയ്സ് ബൈ നോട്ട് ഗിവിംഗ് ഗ്ലോറി ടു ഗോഡ് ആൻഡ് നോട്ട് ഗിവിംഗ് ദി ഗ്രാറ്റിറ്റ്യൂഡ്, ദ താങ്ക്സ് ടു ദി ലോർഡ്. അതാണ് ദൈവം മുമ്പാകെ ദൈവികമായ ദൈവത്തിന്റെ കോപം ദൈവജനത്തേക്ക് വരാനുള്ള കാരണം. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു വന്നത്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ്
the revelation that God has given already to the man, and man a human being, but they were not able to recognize it. അത് ഒരു കാരണം. രണ്ട്, അവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ വെളിപ്പാട് നൽകിയെങ്കിലും they rejected, man rejected God's revelation by എന്താ not giving glory, by having a wrong choice, by not giving a glory and not giving the gratitude. അതിന്റെ പരിണത ഫലം എന്താ ഉണ്ടായത്? അവിടെ തന്നെ വായിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അവിടെ നാം വായിക്കുന്നത്, അതിന്റെ പരിണത ഫലമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? For even though they knew God, For even though they knew God, they neither glorified him as God nor gave thanks to him. But their thinking became futile, and their but their foolish hearts, thinking became futile, and their foolish hearts was became darkened. darkened. ഇവിടെ വായിക്കുന്നത്, but they became futile in their speculations. മലയാളത്തിൽ വായിക്കുന്നത്, തങ്ങളുടെ നിരൂപണങ്ങളിൽ വൃദ്ധരായി തീർന്നു. Because that they become this, their speculation, their imagination become very ഫ്രൂട്ടൈൽ. അതായത് വെയിൻ ഇമാജിനേഷൻ. അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ നിരൂപണത്തിലേക്ക് വന്നു. ദാറ്റ് മീൻസ് ദാറ്റ് ലെഡ് ടു വെൽ ഹോളോ ലൈഫ്, പൊള്ളയായ ഒരു ജീവിതത്തിലേക്ക്, വൃദ്ധമായ ഒരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തെ ഒരിക്കലും പ്രസാദിപ്പിക്കാൻ കഴിയാത്തതായ വ്യർത്ഥമായ നിലകളിൽ അവരുടെ ജീവിതം മാറ്റപ്പെടുവാനായിട്ട് ഇടയായിത്തോന്നു. അവർ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ചു. They accomplish various things by themselves, but it would be gone to hell. It would be gone to vain. മനുഷ്യർ ലോകത്തിൽ ചെയ്യാവുന്ന സംവിധാനങ്ങളെല്ലാം കണ്ടുപിടിച്ചു. മനുഷ്യ ലോകത്തിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചു, അവർ ചെയ്തു. They know what to do next. അടുത്തത് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെ അത് പരിഹരിക്കണമെന്നറിയാം. ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനോ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ പീപ്പിൾ ആർ മോർ ഏബിൾ ടു റെക്ടിഫൈ, അതിനെല്ലാം പരിഹരിക്കാൻ അറിയാം. ബട്ട് അതെല്ലാം വെയിനാണ്, അതെല്ലാം ഫ്രൂട്ടൈൽ ഇമാജിനേഷൻ ആണെന്നാണ് പൗലോസ് പറയുന്നത്. ബിക്കോസ് they don't know how to avoid they themselves going to hell. നരകത്തിലേക്ക് പോകുന്നതിന് അവർക്ക് ഇതുവരെ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ കോപം വരാനുള്ള കാരണം നോക്കിക്കേ. മനുഷ്യർ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിന്റെ വെളിപ്പാടിന് മുമ്പിൽ മഹത്വകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അതിന്റെ പരിണത ഫലമായിട്ട് അവരെങ്ങോട്ടാ പോകുന്നതെന്ന് പോലും അറിയുന്നില്ല. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ട്. മനുഷ്യർ ചിന്തിക്കുന്നത് പ്രവർത്തിക്കാൻ കഴിയുന്നതുണ്ട്. മനുഷ്യന്റെ ഇമാജിനേഷനെ വളരെ ഈസിലി ക്യാപ്ചർ ചെയ്യുന്ന ടൂൾസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടി കൊണ്ടു തരുന്ന ടൂളുകളുണ്ട്. നമ്മൾ എന്താണ് മനസ്സിൽ കാണുന്നത് എന്ന് വരെയും മാപ്പ് ചെയ്യാൻ പറ്റുന്ന ഉപകരണങ്ങളുണ്ട്. എന്നാൽ മനുഷ്യർ ഇതുവരെയും അയ്യോ ഞങ്ങൾ നരകത്തിലേക്കാ പോകുന്നത്, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംഗതി എന്താണെന്ന് മനുഷ്യർ തിരിച്ചറിയുന്നില്ല. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സെഡ് ഫ്രൂട്ടൈൽ ഇമാജിനേഷൻ. അല്ലെങ്കിൽ അവർ പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് വ്യർത്ഥബുദ്ധിക്ക്, അവരുടെ നിരൂപണങ്ങളെല്ലാം വെറുതെയാണ്, വ്യർത്ഥമായി തീരുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെയോ ചിന്തിക്കുന്നു. they think that they have an advanced thing. അവർക്ക് ഇതെല്ലാം നേടിയെടുത്തു എന്ന് അവർ ചിന്തിക്കുന്നു. the man think that they have accomplished everything. അവർക്ക് വേണ്ടിയതെല്ലാം അവർ നേടിയെടുത്തു എന്നാണ് അവർ ചിന്തിക്കുന്നതെങ്കിലും പ്രൈസ് ദി ലോർഡ്, അവരെല്ലാം നരകത്തിലേക്കാ പൊക്കോണ്ടിരിക്കുന്നത്. വലിയൊരു ട്രാജഡിയാണ് അവരുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. ഒരു വലിയ കുഴിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർക്കാർക്കും അറിയാനായിട്ട് കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ഭാഗ്യാവസ്ഥ ലഭിച്ചല്ലോ. ആ റെവലേഷൻ നമുക്ക് ലഭിച്ചപ്പോൾ വി ആർ ക്രിയേറ്റീവ്ലി റെസ്പോണ്ടിങ് ടു ദാറ്റ്. നമ്മൾ അതിനോട് ക്രിയാത്മകമായി നമ്മൾ പ്രതികരിക്കുകയാണ്. കാരണം ദൈവമേ, നീ ഞങ്ങളോട് ഇത് വെളിപ്പെടുത്തിയപ്പോൾ, ഈ രഹസ്യം ഞങ്ങളോട് വെളിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ആ സത്യം തിരിച്ചറിയുന്നു. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു.
ഞങ്ങൾ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ബിക്കോസ് എന്തൊക്കെ ഞങ്ങൾ പ്രാപിച്ചാലും, എന്തൊക്കെ ഞങ്ങൾ നേടിയാലും, ഒരു കാര്യം ഞങ്ങൾ ഇഗ്നോർ ചെയ്താൽ ഞങ്ങളുടെ ജീവിതം ഇവിടെ ശൂന്യമാണ്. ഒരു നിത്യ നരകത്തിലേക്കാണ് ഞങ്ങൾ പതിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു നിത്യനാശത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ഇമാജിനേഷൻസ് എല്ലാം വ്യർത്ഥമായി തീരുന്നത് ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി അൾട്ടിമേറ്റ് എറ്റേണിറ്റി. ആ നിത്യത ഞങ്ങൾക്ക് അറിയാതെ പോയാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എത്രമാത്രം ഭീകരമായിരിക്കും അവിടെ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, അവിടെ എന്ത് ചെയ്യാണ്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുട്ടായിപ്പോയി എന്ന് പറഞ്ഞാൽ, അവര് അവരുടെ ബുദ്ധിയില്ലാത്ത അവരുടെ ലൈഫിൻ, അല്ലെങ്കിൽ അവരുടെ ആ ഹൊറിബിൾ ആയിട്ടുള്ള ലൈഫാണ്. ദർ ഈസ് എ ഹൊറിബിൾ ലൈഫ് കമ്മിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. അത് ഇവിടുത്തെ ഒരു ഒരു സംവിധാനത്തിനും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആ ഒരു ഹൊറിബിൾ ലൈഫ്, ഒരു ഡാർക്കൻഡ് ലൈഫ്. അവിടെ പറയുന്ന പൗലോസ് പറയുന്ന, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുട്ടായിപ്പോയി. ദേ ഡോണ്ട് നോ ദി ലൈറ്റ്. ഒരു വെളിച്ചത്തെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. അവർ ഒരു ഇരുട്ടിൻ്റെ അകത്തേക്കാ വീഴുന്നതെന്ന് മനുഷ്യർ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് പ്രൈസ് ദി ലോർഡ് ദൈവകോപത്തിന്റെ അല്ലെ അതിന് കാരണപാത്രമായി തീരുന്നത്. മനുഷ്യർ ഇരുട്ടിലേക്കാ പോകുന്നത്. ഈവൻ ദോ ദൈവം അവരുടെ മുന്നിൽ വെളിച്ചമായി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അരുളി ചെയ്ത യേശുവിന്റെ വെളിച്ചത്തെ ആർക്കും കാണാൻ കഴിയുന്നില്ല. എന്നിട്ട് അവർ ഇരുട്ടിലേക്ക് പോവുകയാണ്, എല്ലാം ഇരുട്ടിലേക്ക് നീങ്ങുകയാണ്. അതായത് എല്ലാവരും നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വെളിച്ചം മനുഷ്യർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയിട്ടും ആ വെളിച്ചം ആർക്കും വേണ്ട. ആ വെളിച്ചം ആർക്കും സ്വീകരിക്കാനായിട്ട് താല്പര്യമില്ല. ആ വെളിച്ചത്തിന് ആരും അവരെ തന്നെ സമർപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നരകമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ആ വെളിച്ചത്തിലേക്ക് വന്നതുകൊണ്ട് ഈ നരകത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. നമ്മൾ ആ വെളിച്ചം കണ്ടതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് നിത്യ അഗ്നിയിൽ നിന്ന്, നിത്യ നരകത്തിൽ നമുക്ക്, അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു. ഈ നരകത്തെക്കുറിച്ച് പണ്ട് പോൾ ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ച ഒരു പ്രസംഗം ഞാൻ ഇപ്പോഴും എൻ്റെ ചെറുപ്രായത്തിൽ കേട്ടത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നരകം എന്ന് പറയുന്നത് കൂരിരുട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നരകത്തിന് വിവിധ ലെയറുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പറയുന്നത് കൂരിരുട്ട് ഒരു ലെയറിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വളരെ അബ്രപ്റ്റ് ഡാർക്ക്നെസ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എത്ര നേരം നമുക്ക് ഇരുട്ടത്തിരിക്കാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇടത്ത് ഓൾ ഓഫ് എ സഡൻ പവർ ഫെയിലിയർ ആയാൽ നമ്മൾ കൂരിരുട്ടിലാണ് ഇരിക്കുന്നത്. എത്ര നേരം നമുക്ക് ഇരുട്ടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ പറയും ലൈറ്റ് അടിക്കാൻ, ടോർച്ച് എത്തിക്കാം, എന്തെങ്കിലും ചെയ്യാം. മേ ബി അതൊന്നും ഇല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തിട്ടുണ്ട്? ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ സംവെയർ ഇൻ മലേഷ്യ ആണോ ഇന്തോനേഷ്യയിലാണോ അറിയത്തില്ല. കുറച്ച് ഫുട്ബോൾ താരങ്ങൾ, ഫുട്ബോൾ കളിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ ഒരു മലയിടുക്കിനകത്ത് പെട്ട് ഒരു ഗുഹയ്ക്കകത്ത് കയറിപ്പോയി. ഓൾമോസ്റ്റ് 10 days ദേ വർ ഇൻസൈഡ് എ അബ്രപ്റ്റ് ഡാർക്ക്നെസ്. അത് ലോകത്തിലെ ഒത്തിരി മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന് അവരെ റെസ്ക്യൂ ചെയ്ത് എല്ലാവരെയും പുറത്തെടുത്തു. വെള്ളം കയറി ഗുഹയുടെ വാതിലടഞ്ഞ് ദേ വർ ഇൻസൈഡ് ദി മൗണ്ടൻ. ഞാനത് മിക്കവാറും ഇടയ്ക്ക് ചിന്തിക്കും, ആ കൊച്ചു കുഞ്ഞുങ്ങൾ 10 ദിവസം വെളിച്ചം കാണാതെ അതിനകത്ത് ഇരുന്നു എന്നുള്ളത്. ഒരു തുരുമ്പ് വെട്ടമില്ലാതെ ഇരിക്കുക. അപ്പോൾ ആ 10 ദിവസം അവരെ അവരെ ഒരു ട്രോമയിലായി. അവരെല്ലാവരും മാനസികമായ ഒത്തിരി കൗൺസിലിംഗ് ഒക്കെ കൊടുത്താണ് അവരെ ശരിയായ നിലയിലേക്ക് അവരെ കൊണ്ടുവന്നത്. അപ്പോൾ നരകം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അട്ടർ ഡാർക്ക്നെസ്. അവിടെ പൂർണ്ണ എന്താ പറയുക, അന്ധകാരമാണ്. ഇറ്റ്സ് നോട്ട് ഫോർ 1 or 2 minutes, 10 minutes, 1 hour അല്ല, എറ്റേണിറ്റി, ലൈഫ് ലോങ്. പിന്നെ അവിടെ പറയുന്ന മറ്റൊരു കാര്യം, ദേവദാസൻ പറഞ്ഞ, പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, അവിടെ മറ്റൊരു ലെയറിൽ അവിടെ തീയാണുള്ളത്. തീ എന്ന് പറഞ്ഞാൽ നമ്മൾ വെന്ത് പോകത്തുമില്ല, ഈവൻ ദോ നമ്മളിങ്ങനെ പൊള്ളലേറ്റുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഈ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സഹോദരിമാർക്ക് പാത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും നിമിഷത്തിൽ ആ പാത്രത്തിൽ നിന്നൊന്ന് കയ്യെ മുട്ടിയാൽ, ഒന്ന് തട്ടിയാൽ, ചൂടടിച്ചാൽ എത്രമാത്രം നിങ്ങൾക്ക് അത് അസ്വസ്ഥപ്പെടുത്തും. നിങ്ങളുടെ കയ്യാൽ ചിലപ്പം പാടുവരും. ദാറ്റ് വുഡ് ബി എ വെരി മൈക്രോ സെക്കൻഡ്. ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾ വലിക്കും. കാരണം നിങ്ങൾക്ക് അത്രമാത്രം ആ ചൂട് താങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിങ്ങനെ ചൂടിങ്ങനെ പറ്റിയിരിക്കുന്ന ആ ഒരു സമയം ഒന്ന് ഓർത്ത് നോക്കിക്കേ, എത്രമാത്രം ചൂട് നമ്മെ കൊല്ലുത്തുമില്ല. നമ്മളിങ്ങനെ വെന്ത് അതിനകത്തിരിക്കും.
അതാണ് ആ, കെടാത്ത തീ, ചാകാത്ത പുഴു. നമ്മള് പുഴുവിനെയോ എത്ര പുഴുവിനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് കൊന്നാലും പുഴു ചാകത്തില്ല. പുഴു വീണ്ടും ഇങ്ങനെ പൊങ്ങി വരും. പുഴുവിനെ അടിച്ചാലും പുഴു വീണ്ടും വരും. പുഴുവിൻ്റെ അകത്ത് കിടക്കുകയാണ്. പുഴുവിൻ്റെ അകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കിടക്കുമ്പം പുഴു, ഇരിക്കുമ്പം പുഴു, എവിടെ ഇരുന്നാലും എവിടാണെങ്കിലും ചാകാത്ത പുഴു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സി, ഇതാണ് ദി എറ്റേണൽ ഫയർ, അല്ലെങ്കിൽ നിത്യ നരകം എന്ന് പറയുന്നത്. മനുഷ്യൻ അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന് കോപം വരാൻ ഇരിക്കാതെ പറ്റുമോ? ആ മനുഷ്യർ ദേ ഗോട്ട് വെരി അഡ്വാൻസ് ടെക്നോളജി. അവർക്ക് എല്ലാ സംവിധാനവും അവരുടെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിത്യ നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അയ്യോ ഞങ്ങൾക്ക് അതിനകത്ത് രക്ഷപ്പെടണം എന്നുള്ളത് മനുഷ്യരാരും ഗ്രഹിക്കുന്നില്ല. ദേ ആർ ലീഡിങ് ടു എ ഹൊറിബിൾ ലൈഫ്. ഒന്ന്, ദേ ആർ ഗോയിങ് ടു എ ഹോളോ ലൈഫ്. ഒരു പ്രയോജനമില്ലാത്ത, ഇവിടെ എത്രയൊക്കെ ടെക്നോളജി വർദ്ധിപ്പിച്ചാലും ഇത് അവസാനിക്കാൻ പോകുന്നതാണ്. ഇതെല്ലാം നിത്യ നരകത്തിനായിട്ടുള്ളതാണ്. ഇതെല്ലാം വെന്ത് തീരാനുള്ളതാണ്. ഇതെല്ലാം ഒരു നിമിഷം അസ്തമിക്കുന്നത്. എത്ര വലിയ ടവർ പണിതാലും, എത്ര വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും, എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും ഓൺ ദ വൺ ഡേ ഇറ്റ് ഈസ് ഗോയിങ് ടു കൊളാപ്സ്. ഇതെല്ലാം അവസാനിക്കാനായിട്ട് പോകും. അപ്പോൾ ആ അവസാനിക്കുന്നതിന് മുമ്പ് നിത്യതയിലേക്ക് ചെല്ലാനുള്ള ഒരു മാർഗം കർത്താവ് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുകയാണ്. ഹി ഹാസ് റിവീൽഡ് ദാറ്റ് തിങ് ടു അസ്. സോ അത് ഗൗനിക്കാതെ പോകുന്നവർ എങ്ങോട്ടാ പോകുന്നത്? ദേ ലീഡ് ടു എ ഫ്രൂട്ടൈൽ ഇമാജിനേഷൻ. വൃദ്ധമായ ബുദ്ധിയാണ്. ആൻഡ് ഓൾസോ ദേ ആർ ഗോയിങ് ടു എ കൈൻഡ് ഓഫ് എ ഫൂളിഷ് ഡാർക്ക്നെസ്, അല്ലെങ്കിൽ ദേ എൻഡ് അപ്പ് ദെയർ ഫൂളിഷ് ഹാർട്ട് വാസ് ഡാർക്കൻഡ്. അവരുടെ വിവേകമില്ലാത്ത അവരുടെ ബുദ്ധി, അവരുടെ ഹൃദയം ഇരുണ്ടു പോകുകയാണ്. ബിക്കോസ് ദേ ആർ ലീഡിങ് ടു എ ഹൊറിബിൾ ലൈഫ്. അപ്പോൾ ദാറ്റ് ഈസ് വൈ ദൈവം പറയാണ്, ഐ ആം ഗിവിങ് ദ റാത്ത്. ദൈവകോപം അവരുടെ മേൽ വരികയാണ്. ബിക്കോസ് ദേ റിജക്റ്റഡ് ഗോഡ്. ദൈവത്തെ അവർ റിജക്റ്റ് ചെയ്തു. മൂന്നാമത്തെ കാര്യം, മാൻസ് റിയാക്ഷൻ ടു ദാറ്റ്. അതിനോടുള്ള മനുഷ്യന്റെ പ്രതികരണം. അടുത്ത വാക്യം അതാണ്. 22-23 വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെ: ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. പ്രൊഫസിങ് ടു ബി വൈസ് ദേ ബിക്കം ഫൂൾ. അതായത് അവർ പറയുന്നത് അവർ ദൈവത്തിൻ്റെ സത്യത്തിന് മുമ്പിൽ കണ്ണടക്കിയാണ്. എന്നിട്ട് അവർ സ്വയമേ പറയാണ് ഞങ്ങളങ്ങ് കേമന്മാരാണ്, ഞങ്ങളങ്ങ് അവർ ഭയങ്കര മിടുക്കരാണ്. റിയാക്ട്സ് ഇൻ ഫൂളിഷ് റെഗ്രഷൻസ്. അതായത് അവരുടെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത് ഞങ്ങളെല്ലാം പ്രാപിച്ചത്, എന്നാൽ ദേ ആർ ഫൂൾ. അവിടെ പറയുന്നത് അവർ ദൈവത്തെ അറിയാതെയും ദൈവത്തിൻ്റെ സത്യത്തെ കാണാതെയും ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന്, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തെയാണ് അത് വരച്ചു കാട്ടുന്നത്. അവർ നോക്കുമ്പോൾ അവർ കാണുന്നത് ഞങ്ങളെല്ലാം വളരെ ബുദ്ധിയുള്ളവരാണ്, ഞങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ കെയർ ചെയ്യുന്നവരാണ്, ഞങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലതായി ഞങ്ങൾ ചിന്തിക്കുന്നവരാണ്. ഇന്ന് നമുക്കറിയാം വലിയ വലിയ എൻവയോൺമെന്റൽ കെയറിങ്ങിനെ കുറിച്ചൊക്കെ ആളുകൾ ഒത്തിരി സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. നമ്മൾ ഈ ഭൂമിയെ സംരക്ഷിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഭൂമിയെ കാത്തു പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കൂടുണ്ട്. നമ്മളതിനെ തീർച്ചയായിട്ടും വി ആർ ദ സ്റ്റുവാർഡ്സ് ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് ക്രിയേഷൻ. എന്നാൽ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാന്ന് പറഞ്ഞിട്ട് ദേ ആർ ഈവൻ ഇഗ്നറന്റ് ടു ദി എറ്റേണൽ ഡെത്ത്, എറ്റേണിറ്റി ആൻഡ് ദി എറ്റേണൽ ലൈഫ്. അവർക്ക് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ ഞങ്ങൾ ജ്ഞാനികളാന്ന് പറയുന്നത്. ഇപ്പം ലോകം നോക്കുമ്പോൾ ദേ ആർ വൈസ് ആൻഡ് വി ആർ ഫൂൾ. ലോകം നോക്കുമ്പോൾ അവർ ജ്ഞാനികളും നമ്മൾ ബുദ്ധിയില്ലാത്തവരുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ ഒരു വിശ്വാസത്തിൻ്റെ പുറകെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ആ വിശ്വാസം പിൻപറ്റുന്നു. അവർ നോക്കുമ്പോൾ അവർക്ക് ഇനി നമ്മൾ പബ്ബിൽ പോകുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, നമ്മൾ മറ്റ് ലോകപ്രകാരം സഞ്ചരിക്കുന്നില്ല, മറ്റ് കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല, നമ്മൾ ഭയങ്കര കണ്ടാൽ അങ്ങ് വെള്ളരിപ്രാവുകളെ പോലെ നമ്മളിങ്ങനെ വളരെ ഭക്തിയുടെ അനുഭവങ്ങളൊക്കെ നിറഞ്ഞ് ഒന്നിനോടും ചേരാതെ ഒന്നിനോടും ഇടപെടാതെ ഈ ലോകത്തിൻ്റെ യാതൊരു സൗകര്യമോ സുഖങ്ങളോ ഒന്നും
ഒന്നും ആ, നോക്കാതെ ഹൗ ഫൂൾ യു ആർ, നിങ്ങൾ എന്തോ മനുഷ്യരാ എന്ന് അവർ നമ്മെ നോക്കി വിധിക്കും. കാരണം നിങ്ങൾക്കൊരു സന്തോഷമില്ല, നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ഇല്ല, നിങ്ങൾക്കൊരു ആനന്ദമില്ല. യു ഡോണ്ട് മേക്ക് എനി എന്റർടൈൻമെന്റ്. നിങ്ങൾ ഈ ലോകത്തിന്റെ യാതൊരു കാര്യവും നിങ്ങൾ ആസ്വദിക്കുന്നില്ല. ഇറ്റ് സീംസ് യു ലൈക്ക് എ ഫൂൾ. നിങ്ങളാണ് ഒരു മണ്ടന്മാരാണ്. ഇതൊക്കെ ലോകത്തിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ലേ. ഈ ലോകം നിങ്ങൾക്ക് അല്പസമയമുള്ളൂ. യു ജസ്റ്റ് എൻജോയ് ഇറ്റ്. അവർ നോക്കുമ്പോൾ നമ്മളാണ് മണ്ടന്മാരെന്ന് അവർക്ക് ചിന്തിക്കുന്നത്. എന്നാൽ തിരുവചനം പറയുന്നത് അവരാണ് വാസ്തവത്തിൽ ജ്ഞാനികളെന്ന് പറയുന്നവർ തന്നെയാണ് ആ ഫൂൾ. സോ അവർ നോക്കുമ്പോൾ ഏതോ ഒരു മനുഷ്യൻ, യേശു എന്ന് പറയുന്ന മനുഷ്യൻ 2000 വർഷത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നെന്നോ ഉണ്ടായിരുന്നില്ലെന്നോ ഒക്കെ പറയുന്ന അവരെല്ലാവരും കൂടെ, ആൾക്കാരെല്ലാം അവരുടെ പുറകെ നടക്കുകയാണ്. ദേ ഗോ ആഫ്റ്റർ സമ്മൺ കോഡ് ജീസസ്. യേശു എന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ പോയി അവരെ അവരവരുടെ വലിയൊരു ഫാനായിട്ട് നടക്കുന്നു. ഇതിനകത്തൊക്കെ വലിയ യാഥാർത്ഥ്യമുണ്ടോ, ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വിശ്വസിക്കുന്നു. ഇതൊക്കെ ചുമ്മാ ഒരു മിഥ്യാധാരണകളല്ല, മനുഷ്യൻ സൃഷ്ടിച്ചതല്ല മതങ്ങൾ, മനുഷ്യൻ സൃഷ്ടിച്ചതല്ല ദൈവങ്ങൾ എന്നൊക്കെ അവർ പറയും. അപ്പോൾ അവർ നോക്കുമ്പോൾ നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നതും കർത്താവിനെ ആരാധിക്കുന്നതും കർത്താവിന് മഹത്വം കരയറ്റുന്നതുമൊക്കെയും വലിയ ഒരു അബദ്ധമാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. പലപ്പോഴും ചെറുപ്പക്കാരായ, യൗവനക്കാരായ, കുഞ്ഞുങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ടവർ, ദേ മേ ഫോൾ ഇൻ ടു ദിസ് പിറ്റ്. അവർ നോക്കുമ്പോൾ ശരിയാണ്, എൻ്റെ കൂട്ടുകാർ, എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കൂടെ ഉള്ളവർ, ഹൗ ദേ ആർ എൻജോയിങ് ദിയർ ലൈഫ്. അവർ വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ അവർ ജീവിതത്തെ നയിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളരെ കർശനമായ ചിട്ടയായ ജീവിതാനുഭവങ്ങളൊക്കെ പഠിപ്പിച്ച്, വേദോസ്തം വായിച്ച് പഠിപ്പിച്ച്, പ്രാർത്ഥനയിലും ആരാധനയിലും കൂട്ടായ്മയ്ക്കും, ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ വേറെ ഒരു പരിപാടിക്കും പോകാൻ പറ്റത്തില്ല, സൺഡേ ചർച്ചിൽ തന്നെ പോകണം, നിർബന്ധിച്ച് അവിടെ കൊണ്ട് നിർത്തി അവിടെ തന്നെ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചെറു ഹൃദയങ്ങളിൽ, കൊച്ചു ഹൃദയങ്ങളിൽ ഉണ്ടാകും, അയ്യോ എൻ്റെ കൂട്ടുകാരുണ്ട് അവിടെ കിടന്ന് ക്രിക്കറ്റ് കളിക്കുന്നു, എൻ്റെ കൂട്ടുകാർ കിടന്ന് ഗ്രൗണ്ടിൽ കിടന്ന് ഫുട്ബോൾ കളിക്കുന്നു, എൻ്റെ കൂട്ടുകാർ സിനിമയ്ക്ക് പോയിരിക്കുന്നു, എൻ്റെ കൂട്ടുകാർ വളരെ എൻജോയ് ചെയ്യുന്നു, ഞാൻ ഇവിടെ ദാണ്ട് എനിക്ക് മനസ്സിലാകാത്ത പ്രസംഗം കേട്ടോണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ, ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടായാൽ അവർക്കോടെയുള്ള എൻ്റെ പ്രബോധനം, ദേ ആർ ഫൂൾ. അവിടെ പോയി ദൈവത്തെ തിരിച്ചറിയാതെ ഈ ഈ ഈ സന്തോഷം, ഈ നിത്യ സന്തോഷം മനസ്സിലാക്കാതെ പോയി നമ്മെ നോക്കിയിട്ട് ഫൂളാന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആക്ച്വലി അവരാണ് മണ്ടന്മാർ. അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഇപ്പോൾ സങ്കീർത്തനം പറയുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്നവൻ എന്താണ്? അവൻ മൂഢനാണ്. ദൈവം ഇല്ലെന്ന് പറയുന്നവനാണ് മൂഢൻ. ഞാൻ ചില നിരീശ്വരവാദികളോട് സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞു നിൽക്കാൻ ഭയങ്കര പാടാണ്. അവര് എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവ ആത്മീയതയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒറ്റ ഉത്തരവേ പറയത്തുള്ളൂ. നിങ്ങൾ പറയുന്നത് ദൈവം ഇല്ല എന്നും ഇങ്ങനെയുള്ള ലൈഫൊന്നും ആവശ്യമില്ല എന്നും പറയുന്നു. ദാറ്റ്സ് ഫൈൻ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഓക്കെ. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്, ഇതിനകത്തെല്ലാം ഒരു വാസ്തവമുണ്ട്, ഇതെല്ലാം ഒരു ദൈവിക അനുഭവത്തിന്റെ അകത്തുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ച എനിക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, അല്ലെങ്കിൽ എൻഡ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെങ്കിൽ എനിക്ക് ചിന്തിക്കുന്നത് ഈ ജീവിതത്തിന്റെ അപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്നും ആ ജീവിതത്തും എനിക്ക് സെക്യൂർ ആക്കണമെങ്കിൽ ഈ ലോകത്തിൽ എനിക്ക് ലഭിക്കുന്നതായ ഈ ചെറിയ സമയം ഐ ഹാവ് ടു ബി വെരി വിജിൽ ഓൺ ദാറ്റ്. അതനുസരിച്ച് ഞാൻ ജീവിക്കുന്നു. കാരണം ഈ ലോകത്തിന്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത ഒരു എറ്റേണിറ്റിയാണ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ കേവലം 60, 70, 80 വയസ്സ് ഞാൻ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ 100 വയസ്സ് ഞാൻ ജീവിക്കുമ്പോൾ, ഇഫ് ഐ കമ്പയർ മൈ ലൈഫ് വിത്ത് ദാറ്റ് എറ്റേണിറ്റി, ഇറ്റ് ഈസ് ലൈക്ക് സിംപ്ലി എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ 1/12 മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലെ ജീവിതം. സോ ഐ ഹാവ് ടു വെരി കെയർഫുൾ ഫോർ ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ജീവിച്ചു കഴിഞ്ഞാൽ ഐ ആം ഗോയിങ് ടു അറ്റൈൻ ദാറ്റ് എറ്റേണിറ്റി. ആ നിത്യതയാണ് എനിക്ക് ഒരുക്കപ്പെടാൻ പോകുന്നത്. അവിടെ ദൈവത്തോടൊപ്പം നിത്യമായ സന്തോഷത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് എൽസ്, ഞാൻ വിശ്വസിച്ചത് അങ്ങ് തെറ്റായി പോയെന്ന് വിചാരിച്ചു, അതൊരു അബദ്ധമായി പോയെന്ന്, വെറുതെ നിങ്ങൾ പറഞ്ഞതാ കറക്റ്റ്, ഞാൻ പറഞ്ഞത് തെറ്റായി പോയി എന്നിരിക്കട്ടെ, ഐ ഹാവ് നത്തിങ് ടു ലൂസ്. എനിക്കൊന്നും നഷ്ടപ്പെടാനായിട്ടില്ല.
കാരണം ഞാൻ ഓക്കെ, ഐ ഹാഡ് എ ഡിസിപ്ലിൻഡ് ലൈഫ്. എനിക്ക് ഈ ലോകത്തിലെ ചില ഫൺ ഇല്ലാതെ ആയിപ്പോയി, ദാറ്റ്സ് ഓക്കെ. എനിക്ക് ചില എന്റർടൈൻമെന്റ് ഞാൻ മിസ് ചെയ്തു, ചില കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അതൊക്കെ ഈ ദൈവത്തിന്റെ ആ ഡിസിപ്ലിന് വേണ്ടി ഞാൻ ഇതെല്ലാം വേണ്ടാന്ന് വെച്ചു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് അതിന്റെ ഒരു പ്രയോജനം ഉണ്ടായില്ല, ഒരു നിത്യതയില്ല, ഒരു സ്വർഗവും ഇല്ല, എല്ലാം ഇല്ല. ബട്ട് ഐ ഹാവ് നത്തിങ് ടു ലൂസ്. എന്നാൽ നേരെ തിരിച്ച് ഞാൻ ഈ പറഞ്ഞതും ഈ നിത്യതയും ഈ സ്വർഗവും ഇതെല്ലാം ദൈവവും എല്ലാം ഉണ്ടെന്നിരിക്കെ, നിങ്ങൾ അറ്റ് ദി എൻഡ് ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇതൊരു റിയാലിറ്റി ആയിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിൽ, അല്ലെങ്കിൽ ഇതൊരു വാസ്തവമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന സമയത്ത്, യു ഹാവ് യു കനോട്ട് റീഗെയിൻ അഗെയിൻ. അല്ലെങ്കിൽ നിങ്ങൾക്കത് മടക്കി പിടിക്കാൻ കഴിയത്തില്ല, നിങ്ങൾക്കത് തിരിച്ചു പിടിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്കുണ്ടാകുന്നത് ഈ ലോകത്തിലെക്കാട്ടിലും ഏറ്റവും വലിയ നഷ്ടമാണ്. കാരണം ഈ നിത്യത, ഞാനീ പറഞ്ഞ നിത്യതയും ഞാനീ പറഞ്ഞ ദൈവവും ഞാനീ പറഞ്ഞ ദൈവിക അനുഭവം ഞാനീ പറഞ്ഞ സ്വർഗവും ഒക്കെ ഉണ്ടായിരിക്കെ നിങ്ങൾ അത് വിശ്വസിക്കാതിരുന്നാൽ, ദർ ഇസ് നോ സെക്കൻഡ് ചാൻസ്. രണ്ടാമതൊരു ചാൻസ് ഇല്ല. അവിടെ ഒരു രണ്ടാമതൊരു അവസരം ആർക്കും ലഭിക്കുന്നില്ല. എല്ലാവർക്കും ഈ ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ഇപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന only one chance. We cannot just rewind our life, പുറമോട്ട് കൊണ്ടുപോയിട്ട് ഇനി എന്നാൽ ശരിയായിട്ട് ജീവിക്കാമെന്ന ഒരു അവസരമില്ല. നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ശരിക്കും ജീവിച്ചു വരാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വൺസ് യു ഫിനിഷ്, ഇറ്റ് ഈസ് ഫിനിഷ്. ഇവിടെ അടുത്തൊരു ചാൻസ് നമുക്കില്ല. സോ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ, ഇറ്റ് സീംസ് ഫൂൾ ടു ദ വേൾഡ്, ബട്ട് ബൈബിൾ അഫേംസ് ദാറ്റ് ദേ ആർ ആക്ച്വലി ദ ഫൂൾസ്. അവർ ജ്ഞാനികൾ എന്ന് പറയുന്ന അവരാണ് എന്ത് ചെയ്യുന്നത്? അവർ മൂഢന്മാരായിരിക്കുന്നത്. അവസാനത്തെ കാര്യം കൂടെ പറയുന്നത് ഇങ്ങനെയാണ്: ഹി റിയാക്ട്സ് ഇൻ ഫോൾസ് റിലീജിയൻ. ഈ ദൈവത്തിന്റെ വെളിപ്പാടിനെ നിരാകരിക്കുന്നവൻ എന്താ ചെയ്യുന്നത്? ഹി റിയാക്ട്സ് ഇൻ ഫോൾസ് റിലീജിയൻ. ലാസ്റ്റ് വാക്യം 23, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. സി, അവിടെ നോക്കിക്കേ, മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഹി റിയാക്ട്സ് ഇൻ എ ഫോൾസ് റിലീജിയൻ. അതായത് മനുഷ്യനെക്കാട്ടിലും ദൈവത്തെക്കാട്ടിലും അക്ഷയനായ 23, and exchange the glory of the incorruptible God for an image of the form of corruptible man and of birds and four-footed animals and crawling creatures. അവിടെ പറയുന്നത് ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ട്, പ്രൈസ് ദി ലോർഡ്, ദേ മീൻ വർഷിപ്പ് ടു എ മീനിയൽ തിങ്സ്. ദൈവത്തിന്റെ സൃഷ്ടികളെ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. അതൊരു പ്രോഗ്രഷനാണ്. എന്ന് പറഞ്ഞാൽ അവസാനത്തിങ്കൽ എവിടെ വന്ന് നിൽക്കുന്നു? അവനിൽ തന്നെ വന്ന് നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ അവനൊരു പുതിയ മതം ഉണ്ടാക്കുന്നു. അതായത് ദൈവത്തിന് പകരമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് അവർ ആരാധന കണ്ടെത്തുകയും, ഇനിയും ആ വസ്തുക്കളിൽ അവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ അവസാനം എവിടെ ചെന്നെത്തുന്നു? അവനിൽ തന്നെ എത്തിച്ചേരുന്നു. അതൊരു ഒരു മർമ്മമാണ്. അതായത് ഒരു മനുഷ്യൻ ദൈവത്തെ നിരാകരിച്ചിട്ട് ചില സൃഷ്ടികളിലേക്ക് മനുഷ്യരെല്ലാം റിലീജിയസ് ആണ്. ഈ നിരാശിരവാദികളും റിലീജിയസ് ആണ്. അവരൊന്നും റിലീജിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേംസിലുള്ള റിലീജിയൻ അല്ല. അവർക്ക് ദേ ഹാവ് ദെയർ റിലീജിയൻ ഇൻ ദെയർ സെൻസ്. അവരുടേതായ ഇമാജിനേഷനിലുള്ള റിലീജിയസ് ആണ്. അപ്പോൾ മനുഷ്യനെ എല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് വിത്ത് എ റിലീജിയസ് കൾച്ചർ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ സത്യദൈവത്തെ രുചിച്ചറിയാത്ത, ആ സത്യം മനസ്സിലാക്കാത്തതായ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മറ്റൊരു ഡെമി ഗോഡിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിക്കുന്നു. എന്നിട്ട് അതിൽ അവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവരത് വിട്ടിട്ട് അവരിൽ തന്നെ ദൈവത്തെ കണ്ടെത്തുന്നു. അങ്ങനെ അവർ തന്നെ പ്രഖ്യാപിത ദൈവമായി മാറും. എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിട്ടിട്ട് കറപ്റ്റിബിൾ മനുഷ്യനിലേക്ക്, അല്ലെങ്കിൽ തെറ്റുള്ള മനുഷ്യനിലേക്ക് തന്നെ തിരിഞ്ഞ് അവൻ തന്നെ അവസാനത്തെങ്കിൽ മനുഷ്യ ദൈവമായി തന്നെ നിലകൊള്ളുന്നു. അതാണ് ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം ഇത്രമാത്രം
പൊട്ടന്മാരായത് ആകുമ്പോൾ ആർക്കാ ദേഷ്യം തോന്നാതിരിക്കുന്നത്? ആർക്കാ ഈ ദേഷ്യം ദൈവകോപം ഉണ്ടാകാതിരിക്കുന്നത്? എടാ, മനുഷ്യന്റെ മുന്നിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു സൃഷ്ടികളിലൂടെ. ഈവൻ ഈ ഒരു തിരുവചനം വായിച്ചില്ലെങ്കിൽ തന്നെ, ഈ തിരുവചനം അവരുടെ മുന്നിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ, ദേ കുഡ് റിയലൈസ് എ ഗോഡ്. ഒരു ഗോഡ്സ് റെവലേഷൻ അവരുടെ മുന്നിലേക്ക് വെളിപ്പെടുകയാണ്. എന്നാൽ അതും മനുഷ്യർ കണ്ടില്ല. എന്നിട്ട് മനുഷ്യൻ അതിനോട് റിജക്റ്റ് ചെയ്തിട്ട് അവരെങ്ങനെ ജീവിക്കുന്നു? അവർ സ്വന്തം ഇഷ്ടപ്രകാരം അതിനെ റിജക്റ്റ് ചെയ്തിട്ട് ദൈവത്തിന് മഹത്വവും നന്ദിയും കൊടുക്കാതെ അവർ ജീവിക്കുകയാണ്. അതിന്റെ അർത്ഥം, അതിന്റെ പരിണതഫലമായി അവർ നിത്യ നരകത്തിലേക്കും അല്ലെങ്കിൽ ഹോളോ ലൈഫിലെ ശൂന്യമായ ലൈഫിലേക്കും ഹൊറിബിൾ ലൈഫിലേക്കും വീഴുന്നു. എന്നിട്ട് കുറെ മനുഷ്യർ ഞങ്ങൾ ബുദ്ധിമാന്മാരാന്ന് പറഞ്ഞിട്ട് ഇതിനെ എതിർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോടായിട്ട് ഞാനൊരു ആഹ്വാനം തരാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഐ വുഡ് പ്രിഫർ ടു ബി perceived as fool rather than I live in a sin. പാപത്തിൽ ജീവിക്കുന്നതിനെക്കാട്ടിലും എന്നെ ലോകം ഒരു പൊട്ടനായി കണ്ടാലും അല്ലെങ്കിൽ എന്നെ ഒരു മണ്ടനായി കണ്ടാലും ഐ ഡോണ്ട് ലീവ് ഇൻ സിൻ. ലോകം നോക്കുമ്പോൾ ഈ സിന്നിൽ ജീവിക്കുന്നതാണ് വൈസ് എന്ന് അവർ പറയും. എന്നാൽ ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് ഫൂളിഷ്നെസ് ആണെന്ന് പറഞ്ഞാലും ഐ വുഡ് പ്രിഫർ ടു ബി പ്രിസീവ്ഡ് ആസ് ഫൂൾ റാദർ ദാൻ ഐ ലീവ് ഇൻ എ സിൻ. അതായിരിക്കട്ടെ ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് പോകേണ്ടതായ ഒരു വലിയ സന്ദേശം. ദ വൺ സ്മോൾ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് പതിയേണ്ടത്, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, എന്നെ കേൾക്കുന്ന യൗവനക്കാർ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചു വെച്ചിട്ട് പോകാനായിട്ട് ഈ രാത്രികാലം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഐ വുഡ് പ്രിഫർ ടു ബി പ്രിസീവ്ഡ് ആസ് എ ഫുൾ. ലോകം നോക്കുമ്പോൾ ഞാനൊരു മണ്ടനാണെന്ന് തോന്നിയാലും സാരമില്ല. ഐ ഡോണ്ട് ലിവ് ഇൻ സിൻ റാദർ ദാൻ ലിവിങ് ഇൻ എ സിൻ. പാപപങ്കുലമായ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നതിനെക്കാട്ടിൽ, പാപം നിറഞ്ഞ ലോകത്തിൽ എൻ്റെ ജീവിതം നശിപ്പിക്കുന്നതിനെക്കാട്ടിലും, പാപം നിറഞ്ഞ എൻ്റെ ചുറ്റുപാടിൽ എൻ്റെ ജീവിതത്തെ പാപത്തിലേക്ക് വലിച്ചെറിയുന്നതിനെക്കാട്ടിലും, എന്നെ കണ്ടാൽ ഒരു പൊട്ടനാണെന്ന് ദൈവനാമത്തിന് വേണ്ടി തോന്നിപ്പിക്കുന്ന നിലയിൽ ജീവിക്കേണ്ടി വന്നാലും ഐ പ്രിഫർ ടു ലീവ് ഇൻ ദാറ്റ് വേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ആ നിലകളിൽ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.